ഹലോ ഫ്രണ്ട്സ്, ഞാൻ സഫീർ ഇക്ബാൽ. എല്ലാ കൂട്ടുകാരെയും ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനിങ് കോഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ നമുക്ക് ചില യൂസേജുകൾ വളരെ അത്യാവശ്യമാണ്. ഏതൊക്കെ യൂസേജാണ് നമ്മൾ പല സാഹചര്യങ്ങളിലായിട്ട് ഉപയോഗിക്കേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. അതിൽ പ്രസന്റ് ടെൻസുമായി ബന്ധപ്പെട്ടുള്ള യൂസേജ് നമുക്ക് ആദ്യം പരിശോധിക്കാം. ദേർ ഈസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അതുപോലെ തന്നെ ദേർ ആർ എന്ന് പറഞ്ഞാലും അവിടെ ഉണ്ട്. ഇനി നമ്മൾ ദേർ ഹാസ് ബീൻ എന്ന് പറഞ്ഞാലും ദേർ ഹാവ് ബീൻ എന്ന് പറഞ്ഞാലും അവിടെ ഉണ്ട് എന്ന അർത്ഥം തന്നെയാണ്. അപ്പോൾ ഈ നാല് യൂസേജും തമ്മിൽ, നാല് പ്രയോഗങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദേർ ഈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ഉണ്ട്, പക്ഷേ അത് ഒന്നാണ്. ദേർ ആർ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്, പക്ഷേ അത് ഒന്നിൽ കൂടുതലാണ്. അതുപോലെ ദേർ ഹാസ് ബീൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്, പക്ഷേ ഒന്നാണ്, ഒരുപാട് സമയമായി അവിടെ ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ ദേർ ഹാവ് ബീൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്, ഒന്നിൽ കൂടുതലാണ്, പക്ഷേ ഒരുപാട് സമയമായി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഉള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ ഒരു വസ്തു ആകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വസ്തുക്കളാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളാകാം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാകാം, അതുമല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രവൃത്തികളാകാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ പ്രസന്റിൽ ഉപയോഗിക്കുന്ന യൂസേജുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ദേർ ഈസ് എന്നും ദേർ ആർ എന്നും ദേർ ഹാസ് ബീൻ എന്നും ദേർ ഹാവ് ബീനു എന്നുള്ളത്. അതിൻ്റെ ഉദാഹരണങ്ങൾ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ദേർ ഈസ് എ ബുക്ക് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പുസ്തകം ഉണ്ട് ടേബിളിന് മുകളിലായി എന്നുള്ളതാണ് ആ സെന്റൻസിന്റെ ശരിയായ അർത്ഥം. അപ്പോൾ ഒരു പുസ്തകം അവിടെ ഉണ്ട്, അത് ഒരു പുസ്തകമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദേർ ഈസ് എന്ന് ഉപയോഗിച്ചത്. അവിടെ ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞേനെ ദേർ ആർ സം ബുക്സ് ഓൺ ദ ടേബിൾ എന്നാണ് പറയേണ്ടിയിരുന്നത്. ഇത്തരത്തിൽ ഈ പറഞ്ഞ പുസ്തകം അവിടെ ഒന്നായത് കൊണ്ടാണ് ദേർ ഈസ് എന്ന് നമ്മൾ ഉപയോഗിച്ചത്. ഒന്നിൽ കൂടുതലായിരുന്നെങ്കിൽ അവിടെ ദേർ ആർ എന്ന് നമ്മൾ ഉപയോഗിച്ചേനെ. ഇനി ആ പുസ്തകം ഒരുപാട് സമയമായി അവിടെ തന്നെ ഉണ്ട് എങ്കിൽ നമ്മൾ അവിടെ ദേർ ഹാസ് ബീൻ എന്ന് പറയാം. അതുപോലെ പുസ്തകങ്ങൾ ഒന്നിൽ കൂടുതലാണ്, ഒരുപാട് സമയമായി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദേർ ഹാവ് ബീൻ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. ദേർ ആർ 5 പീപ്പിൾ ഇൻ ദ റൂം എന്നാണ്. അവിടെ ആ റൂമിനകത്ത് 5 ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഉണ്ട്, പക്ഷേ ഒന്നിൽ കൂടുതൽ ആൾക്കാരായതുകൊണ്ടാണ് അവിടെ ദേർ ആർ എന്ന് ഉപയോഗിച്ചത്. അത് കുറച്ച് സമയമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് അവിടെ നമ്മൾ ദേർ ആർ ഉപയോഗിച്ചത്. ഒരുപാട് സമയമായിട്ട് അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ട് എങ്കിൽ നമുക്കവിടെ ദേർ ഹാവ് ബീൻ എന്ന് പറയാമായിരുന്നു. അപ്പോൾ നമുക്ക് ദേർ ഹാസ് ബീനും ദേർ ഹാവ് ബീനും വെച്ചുള്ള ഒരു എക്സാമ്പിൾ കൂടി പരിശോധിക്കാം. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ദേർ ഹാസ് ബീൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്, പക്ഷെ ഒരുപാട് സമയമായി ഇപ്പോഴും ആ കാര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദേർ ഹാസ് ബീൻ എ ചേഞ്ച് ഇൻ പ്ലാൻസ് എന്നുള്ളതാണ്. പദ്ധതികളിൽ ഒരു മാറ്റം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അത് ഒന്നായതുകൊണ്ടും ഒരുപാട് സമയമായി ഉള്ളത് കൊണ്ടുമാണ് നമ്മളവിടെ ദേർ ഹാസ് ബീൻ എന്ന് ഉപയോഗിച്ചത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇനി ഒന്നിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളവിടെ ദേർ ഹാവ് ബീൻ എന്നാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്. അങ്ങനെ പറയും നമ്മൾ ദേർ ഹാവ് ബീൻ സം ചേഞ്ചസ് ഇൻ പ്ലാൻസ് എന്നാണ് പറയുന്നത്. അവിടെ മാറ്റങ്ങളുണ്ട് ആ പദ്ധതിയിൽ, ആ മാറ്റങ്ങൾ ഒരുപാട് സമയമായി അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അത് ഒരുപാട് സമയമായി അവിടെ ഉണ്ടെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അവിടെ ദേർ ഹാവ് ബീൻ നമ്മൾ ഉപയോഗിച്ചത്. അത് കുറച്ച് സമയമായി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതലാണെങ്കിൽ ദേർ ആർ ഉപയോഗിക്കാമായിരുന്നു. അത് ഒന്നാണ്, കുറച്ച് സമയമാണെങ്കിൽ നമുക്കവിടെ ദേർ ഈസ് ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ വർത്തമാനകാലത്തിൽ നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ 4 യൂസേജുകളും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ 3 യൂസേജുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദേർ വാസ് എന്നും ദേർ വെയർ എന്നും അതുപോലെ തന്നെ ദേർ ഹാഡ് ബീൻ എന്നും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദേർ വാസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദേർ വെയർ എന്ന് പറഞ്ഞാലും ദേർ ഹാഡ് ബീൻ എന്ന് പറഞ്ഞാലും അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേർ വാസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒന്നിനെ കാണിക്കാൻ വേണ്ടിയാണ്.
there were എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു, അത് ഒന്നിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇനി there had been എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം, പക്ഷേ അത് ഒരുപാട് സമയമായി, അത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒന്നായാലും ഒന്നിൽ കൂടുതലായാലും അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ there had been ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ള എക്സാമ്പിൾ കൂടി പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. there was a party at my house last night. അല്ലേ, അവിടെ there was ഉപയോഗിച്ചത് അവിടെ ഉണ്ടായിരുന്നു. എന്താണ് എ പാർട്ടി ഇല്ലേ, ഒരു പാർട്ടി എൻ്റെ വീട്ടിൽ കഴിഞ്ഞ രാത്രി ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളൊരു ഫംഗ്ഷൻ, ഒരു ആക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രവൃത്തി ഉണ്ടായത് കൊണ്ട് തന്നെയാണ്, അവിടെ എ പാർട്ടി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് നമ്മളവിടെ there was എന്ന് ഉപയോഗിച്ചത്. അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞു പോയത് ഇല്ലേ, അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അത് ഒന്നാണെങ്കിൽ, അത് കുറച്ച് സമയത്തേക്കാണെങ്കിൽ എന്താണ് നമ്മളവിടെ there was എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് there were വെച്ചുള്ളൊരു എക്സാമ്പിൾ കൂടി പരിശോധിക്കാം. there were 3 dogs in the park. ഇല്ലേ, അവിടെ പാർക്കിനുള്ളിൽ 3 പട്ടികൾ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ there were ഉപയോഗിച്ചത്. അവിടെ എന്തുകൊണ്ടാണ് there were വന്നതെന്ന് ചോദിച്ചാൽ there wasന് പകരം അവിടെ ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ there wasന് പകരം there were ഉപയോഗിച്ചത്. അപ്പോൾ അത്തരത്തിൽ പാസ്റ്റിൽ ഇതുപോലെ അവിടെ ഉണ്ടായിരുന്നു, പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം അവിടെ ഉണ്ടായിരുന്നു, അത് ഒന്നിൽ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ there were ഉപയോഗിച്ചത്. അത് ഒന്നായിരുന്നെങ്കിൽ നമ്മൾ there was ഉപയോഗിച്ചേനെ. ഇനി അത് ഒരുപാട് സമയമായി പാസ്റ്റിൽ എന്താണ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ, അത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്, there had been എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് പരിശോധിക്കാം. there had been many attempts to solve the puzzle. അല്ലേ, അവിടെ ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് ആ പസിലുകൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് നമ്മളിവിടെ there had been ഉപയോഗിച്ചത്. അവിടെ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും അല്ലേ, ഒന്നായാലും ഒന്നിൽ കൂടുതലായാലും നമ്മളവിടെ ഹാഡ് ബീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതായിരിക്കണം, അവിടെ ഉണ്ടായിരുന്നു എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയമായിട്ടുള്ള എന്താണ് ഒരു കാര്യമായിരിക്കണം. അത്തരത്തിലാണ് നമ്മൾ there had been അവിടെ ഉപയോഗിക്കണം. അപ്പോൾ there wasഉം there wereഉം there had beenഉം ഇത്തരത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമുക്ക് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 2 യൂസേജ് ആണ് there will be എന്നും there will have been എന്നും. ഇവിടെ നമുക്ക് സിംഗുലറോ പ്ലൂറലോ ഒന്നോ ഒന്നിൽ കൂടുതൽ എന്നൊരു വിഷയമില്ല. ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞാലും അവിടെ സബ്ജക്റ്റ് ഒന്നും ഒരു വിഷയവുമില്ല. നമ്മൾ ടെൻസ് പഠിക്കുന്ന സമയത്തായാലും നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അവിടെ നമ്മൾ there will be എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകും എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ there will have been എന്ന് പറഞ്ഞാലും അവിടെ ഉണ്ടാകും എന്നുള്ള അർത്ഥമാണ്. ആ ആക്ഷൻ്റെ ദൈർഘ്യവുമായുള്ള വ്യത്യാസമാണ് അല്ലേ. ഒന്ന് കുറച്ച് സമയത്തേക്കുള്ളതായിരിക്കും, മറ്റൊന്ന് ഒരുപാട് സമയത്തേക്കുള്ളതായിരിക്കും. അങ്ങനെ കുറച്ച് സമയമാണ് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്കവിടെ അവിടെ ഉണ്ടാകുമെന്ന് പറയാൻ there will be ഉപയോഗിക്കാം. ഒരുപാട് സമയമാണെങ്കിൽ നമുക്കവിടെ എന്താണ് there will have been ഉപയോഗിക്കാം. അപ്പോൾ there will have been ഒക്കെ വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്നതാണ്, അങ്ങനെ പൊതുവെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു യൂസേജ് അല്ല. എന്നിരുന്നാൽ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ 9 യൂസേജുകളാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന സമയത്ത് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ there will beയും there will have beenുമായി ബന്ധപ്പെട്ടുള്ള 2 എക്സാമ്പിൾ കൂടി നമുക്ക് പരിശോധിക്കാം. there will be a meeting at 2 PM tomorrow. നാളെ 2 മണിക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് നാളെ 2 മണിക്ക് ഉണ്ടാകുമെന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് there will be ആണ് ഉപയോഗിച്ചത്. അവിടെ സിംഗുലറോ പ്ലൂറലോ അല്ലേ, ഒന്നോ ഒന്നിൽ കൂടുതലോ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. പ്രത്യേകം നിങ്ങൾ എന്താണ് മനസ്സിലാക്കണം. ഇനി കുറച്ചുകൂടെ ദൈർഘ്യമുള്ള, കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫ്യൂച്ചറിൽ എന്താണ് ഉപയോഗിക്കുന്നത്, there will have been എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ there will have been many celebrations by the end of the year. വർഷാവസാനമാകുമ്പോഴേക്കും എന്താണ് അവിടെ ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരുപാട് ദൈർഘ്യമുള്ള ലോങ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ നമ്മൾ there will have been ഉപയോഗിച്ചത്. അവിടെ നമുക്ക് there will be ഉപയോഗിച്ചും ആ സെൻറ്റൻസ് പറയാൻ സാധിക്കും. പക്ഷെ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ആക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ദൈർഘ്യം അത് കുറച്ച് സമയമാണോ അല്ലെങ്കിൽ ഒരുപാട് സമയമായിട്ടുള്ളതാണോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 9 യൂസേജുകൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള യൂസേജുകൾ ഉപയോഗിക്കുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ഫ്രം സഫീർ ഇക്ബാൽ.